സുഹൃത്തുക്കളെ, കുറച്ചു നിമിഷം ക്ഷമയോടെ ഇരിക്കുക. കാരണം എല്ലാവർക്കും സംഭവിക്കാത്ത ഒന്ന് ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. ഈ വീഡിയോ, ഈ വാക്കുകൾ, ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ വെറുതെ പ്രത്യക്ഷപ്പെട്ടതല്ല. എന്തുകൊണ്ട്? ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലായിരിക്കാം. എന്നാൽ പ്രപഞ്ചം നിങ്ങളെ ഈ നിമിഷത്തിൽ, ഈ സ്ഥലത്ത് ഒരു പ്രത്യേക കാരണത്തിനായി നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ വിധിയിലേക്കുള്ള വാതിൽ തുറക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കാണരുത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം എന്തുകൊണ്ടാണ് പെട്ടെന്ന് മാറാൻ പോകുന്നത് എന്ന് നിങ്ങൾ ശരിക്കും അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുത്. കാരണം അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ പ്രപഞ്ചം നിങ്ങൾക്ക് ഒരു രഹസ്യം വെളിപ്പെടുത്താൻ പോകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട് ചിലർക്ക് മാത്രം അറിയുന്ന രഹസ്യം. ഇപ്പോൾ നിങ്ങൾ അവരിൽ ഒരാളാണ്. അടുത്തിടെ എന്തെങ്കിലും വിചിത്രമായി സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സമയങ്ങളിൽ ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നു. ചില സമയങ്ങളിൽ ആരോ വരുന്നത് പോലെ തോന്നുന്നു. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ അസാധാരണമായ എന്തെങ്കിലും തോന്നുന്നു. ഇതെല്ലാം സൂചനകളാണ്. ഇത് മികച്ചതാണ്. പ്രപഞ്ചം ഒരു പ്രത്യേക മാറ്റത്തിനായി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആദ്യം അവരെ ചുറ്റുമുള്ള ഊർജം മാറ്റുന്നു. ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അടുത്തിടെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ചില അനുഭവങ്ങൾ നേടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങൾക്ക് ചില അസാധാരണമായ സ്വപ്നങ്ങൾ വന്നിട്ടുണ്ട്. ചില ചിന്തകൾ എവിടെ നിന്നോ വന്നതുപോലെ നിങ്ങളുടെ ഉള്ളിൽ പ്രതിധ്വനിക്കുന്നത് പോലെ തോന്നുന്നു. ഇവ സാധാരണ ചിന്തകളല്ല. അവ ഒരു ശക്തി നിങ്ങളെ സമീപിക്കുന്നതിനുള്ള സൂചനകളാണ്. ഇത് പഠിക്കുന്നത് നിങ്ങൾക്ക് ആശ്ചര്യകരമായി തോന്നിയേക്കാം. എന്നാൽ പ്രപഞ്ചം ഓരോ മനുഷ്യനും ഓരോ ദിവസവും സിഗ്നലുകൾ അയക്കുന്നു. എന്നാൽ എല്ലാവരും അവയെ മനസ്സിലാക്കുന്നില്ല. ഈ സൂക്ഷ്മമായ സിഗ്നലുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന സെൻസിറ്റീവ് ആയ തിരഞ്ഞെടുക്കപ്പെട്ട് ചിലരിൽ നിങ്ങളും ഒരാളാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ആഴത്തിലുള്ള ആത്മീയ പാതയിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പാതയിൽ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിനുള്ള സമയം വന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ സന്ദേശം നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഇത് സാധാരണമായ ഒന്നല്ല. ഇത് നിങ്ങളുടെ മുഴുവൻ യാഥാർത്ഥ്യത്തെയും തലകീഴായി മാറ്റും. നിങ്ങൾ എപ്പോഴെങ്കിലും സങ്കൽപ്പിച്ചതെല്ലാം സന്തോഷം, സമൃദ്ധി, സ്നേഹം, ലക്ഷ്യം നിങ്ങളെ സമീപിക്കാൻ പോകുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കുക, വലിയ ഒന്ന് സംഭവിക്കാൻ പോകുമ്പോൾ ആദ്യം എല്ലാം തകരും. കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത പോലെ മാറ്റത്തിന് മുൻപ് ജീവിതത്തിൽ ഒരു വിചിത്രമായ അസ്വസ്ഥതയുണ്ട്. നിങ്ങൾ ഈ അസ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലയോ? അസാധാരണമായ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. പ്രപഞ്ചം നിങ്ങളുടെ ആത്മാവിനെ വിളിച്ചിരിക്കുന്നു. നിങ്ങളെ ചുറ്റി ഇപ്പോൾ നടക്കുന്നതെല്ലാം, എല്ലാ കുഴപ്പങ്ങളും ആശയക്കുഴപ്പങ്ങളും എല്ലാം ഒരു പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തുപോകുന്നവർ അടയ്ക്കുന്ന വാതിലുകൾ, തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ, പുറം ലോകത്തിന്റെ ഭയങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അതേ ആളുകൾ, അതേ ജോലി, അതേ സാഹചര്യങ്ങൾ. എന്നാൽ സൂക്ഷിച്ചു നോക്കൂ, നിങ്ങളുടെ ആത്മാവ് മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഊർജം ഇനി ഒരേപോലെ ആയിരിക്കില്ല. ഊർജം മാറുമ്പോൾ മുഴുവൻ പ്രപഞ്ചവും ആ പുതിയ ഊർജത്തിന് അനുസരിച്ച് മാറുന്നു. നിങ്ങളെ ചുറ്റുമുള്ള ആളുകൾ യാഥാർത്ഥ്യത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെടുന്നു. കുതികാൽ ഒരുപക്ഷെ അടയാളങ്ങളായിരിക്കാം. അവ പടിപടിയായി മാറും. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ വളരെക്കാലമായി പാതി അടച്ചിട്ടിരുന്ന ജോലി കരയാൻ തുടങ്ങും. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇനി വെറും ഭാവനകളായിരിക്കില്ല. അവ പതിയെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറാൻ തയ്യാറെടുക്കുകയാണ്. എല്ലാ ദിവസവും എന്റെ ഹൃദയത്തിൽ ഞാൻ എന്ത് സംസാരിക്കുന്നുവോ അത് പ്രകാശത്താൽ നിറയണം എന്ന് എനിക്ക് ഞാൻ തന്നെ ഉറപ്പ് നൽകണം. എന്റെ ഹൃദയത്തിൽ ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ അത് സ്നേഹത്താൽ നിറയണം. ഞാൻ എന്ത് ചോദിക്കുന്നുവോ അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതായിരിക്കണം. ഇതാണ് നിങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള താക്കോൽ. ഒരാൾ ഇത്രയും കാലം പോരാടി ഇത്രയും സഹായങ്ങൾ നേടിയിട്ടും പ്രതീക്ഷ കൈവിടാൻ വിസമ്മതിക്കുമ്പോൾ പ്രപഞ്ചം ഒരു സന്ദേശം അയക്കുന്നു. ഇന്നത്തെ സന്ദേശം ആ മാറിയ ജീവിതത്തിന്റെ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തകർന്നുപോയതായി തോന്നിയ ദിവസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ചോദിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ നിങ്ങളുടെ കണ്ണുനീർ മാത്രമാണ് നിങ്ങളെ തേടിയെത്തിയത്. നിങ്ങൾ രാത്രികളിൽ കരയുകയായിരുന്നു. എന്നാൽ രാവിലെ വീണ്ടും എഴുന്നേറ്റു. കാരണം നിങ്ങൾക്ക് ആ ശക്തിയുണ്ട്. എല്ലാവർക്കും ഇല്ലാത്ത ആ പ്രതീക്ഷ ഇപ്പോൾ പ്രപഞ്ചം ഇത് നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ ദുരിതത്തിന്റെ സമയം കഴിഞ്ഞു. ഇപ്പോൾ ഈ സന്ദേശം നിങ്ങളെ അടഞ്ഞതിനാൽ തപസ് ചെയ്ത് വലിയ ഒന്ന് മാറാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചത്തിന്റെ ആ
മറഞ്ഞിരിക്കുന്ന ശക്തി നിങ്ങൾക്ക് ഉള്ളിലുണ്ട്, ഒരു പടി അകലെ. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസത്തോടെ ഇരിക്കുകയും ഓരോ ദിവസവും ആ സിഗ്നലിന് മാനസികമായി ശ്രദ്ധയോടെ ഇരിക്കുക എന്നതുമാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിച്ചാൽ അത് തനിച്ചാക്കി വെക്കരുത്, അത് ഉപേക്ഷിക്കരുത്. കാരണം പ്രപഞ്ചം നിങ്ങൾക്ക് അടുത്ത് വന്നിരിക്കുന്ന നിമിഷമാണിത്. പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഈ ഘട്ടത്തിലാണ് നമ്മുടെ വിധി യഥാർത്ഥത്തിൽ മാറുമോ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അത്ഭുതങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? നിങ്ങളുടെ ആത്മാവ് ഈ സന്ദേശം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ വഴിത്തിരിവാണ്. നിങ്ങളുടെ ഹൃദയം കാരണമില്ലാതെ മിടിച്ചാൽ അത് ഒരു ചർച്ചയാണെന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചം നിങ്ങളെ തിരഞ്ഞെടുത്തത് പോലെ തോന്നുന്നു. മാറ്റത്തിന് മുമ്പുള്ള നിമിഷം വളരെ കനപ്പെട്ടതാണെന്ന് ഓർക്കുക. ഇത് പലപ്പോഴും നമ്മൾക്ക് ഇനി സഹിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ കരുതുന്ന സമയത്താണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് പ്രപഞ്ചം അതിന്റെ ഏറ്റവും ആഴത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ അത് തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് ഒരു പ്രത്യേക നമ്പർ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് പോലുള്ള ചില വിചിത്രമായ അടയാളങ്ങൾ നിങ്ങൾ അടുത്തിടെ ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങൾ ഈ നിലയിലെത്തിയിരിക്കുന്നു. എല്ലാവരും ഈ നിലയിലെത്തുന്നില്ല. പ്രപഞ്ചം എല്ലാവർക്കും ഇതുപോലൊരു സിഗ്നൽ അയക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ ആത്മാവ് തയ്യാറാണ്. ഇപ്പോൾ നിങ്ങളുടെ ആന്തരിക ശക്തിയെ പൂർണ്ണമായി തിരിച്ചറിയേണ്ട സമയമാണിത്. ഇതുവരെ നിങ്ങൾ നിങ്ങളെ ദുർബലനായി കരുതിയിരുന്നെങ്കിൽ ഞാൻ തയ്യാറാണ്. എന്റെ ജീവിതത്തിലെ ഈ പുതിയ അധ്യായത്തെ സ്വാഗതം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് എന്നെ സമൃദ്ധിയിലേക്കോ ആന്തരിക സമാധാനത്തിലേക്കോ നയിക്കുമെന്ന് നിങ്ങൾ സ്വയം പറയേണ്ട സമയമാണിത്. ഇനിമേൽ നടക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അംഗീകരിക്കുകയും ഭൂതകാലത്തിന്റെ വഴി നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുമെന്നതും മാത്രമാണ്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ വർഷങ്ങളായി നിങ്ങളുടെ മനസ്സിൽ വളർത്തിയ പാതയെ പിന്തുടരുമെന്ന് അംഗീകരിക്കുക. നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടെ കീഴടങ്ങുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കായി നിങ്ങൾ മുമ്പ് കാണാത്ത കാര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പ്രപഞ്ചം പറയുന്നു. ഇപ്പോൾ വിശ്വാസം നിലനിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രപഞ്ചം നിങ്ങളോട് സത്യത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചം ഒരിക്കലും കാരണമില്ലാതെ നിങ്ങൾക്ക് ഒരു അടയാളം അയക്കില്ല. ഇതിനെ നിങ്ങൾ ഒരു യാദൃശ്ചിക സംഭവമായി കണക്കാക്കരുത്. കാരണം ഇത് ഒരു യാദൃശ്ചിക സംഭവമായിരിക്കണം. ഇത് ഒരു വിളി, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ ദിവ്യ സന്ദേശം. നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതിനുള്ള തെളിവാണ്. അതേ മിശ്രീയ രാധാറാണി മിസ്പ് ബേബി അജിയാരി ഇന്ത്യയാണോ അതോ മിസ് ഉള്ള മിസ്പിയാണോ? ശ്യാം, നിങ്ങൾ ശരിയായി കേട്ടു. പ്രപഞ്ചത്താൽ വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ സന്ദേശം കാണാൻ കഴിയൂ. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ആക്സസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവരുടെ ആത്മാവ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ പോകുന്നു എന്ന് അറിയുന്നു. നിങ്ങളുടെ പേര് സൂചിപ്പിച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തയുടൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അദൃശ്യമായ വാതിൽ തുറക്കപ്പെട്ടു. ഇനി കാര്യങ്ങൾ മാറും. പ്രാഥമിക നില ഇപ്പോൾ സംഭവങ്ങൾ ത്വരിതപ്പെടുത്തപ്പെടും. നിന്നുപോയെ എല്ലാം ഒഴുകാൻ തുടങ്ങും. കാരണം പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളുടെ സഹായത്തിനായി പ്രവർത്തിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ളിൽ ഒരു ഊർജമുണ്ട്, നിങ്ങൾ പോലും പൂർണ്ണമായി മനസ്സിലാക്കാത്ത ഒരു പ്രകാശം. ഈ വീഡിയോ കാണുന്നതിലൂടെ ഇന്ന് ആരംഭിച്ച ദിവ്യപാതയിൽ നടക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ ആത്മാവ് ഒരു ആഴത്തിലുള്ള ബന്ധം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ മാറും. ഒരു കാലത്ത് ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാതിരുന്ന സ്ഥലത്ത് അവർ ഇപ്പോൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഒരു കാലത്ത് വീണ്ടും വീണ്ടും തടസ്സങ്ങളുണ്ടായിരുന്നിടത്ത് പാതകൾ ഇപ്പോൾ പ്രയാസമില്ലാതെ വ്യക്തമാകും. വാതിലുകൾ ഒരു കാലത്ത് അടച്ചിട്ടിരുന്നിടത്ത് ഇന്നും അവസാനിക്കുന്ന ഓരോ പുതിയ ദിവസങ്ങളും ശ്രദ്ധേയമായ വാതിലുകൾ തുറക്കാൻ തുടങ്ങും. സയൻസ് ക്ലോക്കിലെ അക്കങ്ങളെപ്പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അക്കങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങും. നിങ്ങൾ ക്ഷീണിതനായി അനുഭവപ്പെട്ടിരിക്കാം, നിങ്ങൾ തകർന്നുപോയതായി തോന്നിയിരിക്കാം. എന്നാൽ നിങ്ങൾ നിർത്തിയില്ല, നിങ്ങൾ തുടർന്നു മുന്നോട്ട് പോയി. ഓരോ തവണയും നിങ്ങളുടെ ഹൃദയം കരഞ്ഞാലും ശരി, സാഹചര്യങ്ങൾ തകർന്നാലും ശരി, ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. പ്രപഞ്ചം ഇത് കാണുന്നു.
നിങ്ങളുടെ തടയാനാവാത്ത സ്വഭാവം, നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ സമയം നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധം ഇപ്പോൾ വ്യക്തമാകും. ആ വിശ്വാസം ഫലം നൽകുന്നത് കാണാൻ അത് നിങ്ങളിലേക്ക് തിരികെ വരും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ആത്മാവുമായി ഇണങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കും. ആ ജോലി, ആ അവസരം, നിങ്ങൾ രാത്രികളിൽ ഉണർന്നിരുന്ന് കണ്ടെത്തിയ അംഗീകാരം, അത് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വാർത്ത ഒരു മുന്നറിയിപ്പും ഉൾക്കൊള്ളുന്നു. നിങ്ങളുടെ ഭയങ്ങളെ മാറ്റി നിർത്തുക. ഭയം, സംശയം, ഉത്കണ്ഠ എന്നിവ പ്രപഞ്ചത്തിന്റെ ഊർജ്ജത്തെ സമീപിക്കുന്നതിനുള്ള ഏറ്റവും വലിയ 3 തടസ്സങ്ങളാണ്. അവയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്താൽ ഈ നിമിഷം തന്നെ നാളെ രാവിലെ തികച്ചും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ മാറ്റപ്പെടും. ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരു വാഗ്ദാനം മാത്രം നൽകുക. നിങ്ങളുടെ ആന്തരിക ശക്തിയെ നിങ്ങൾ അംഗീകരിക്കും. നിങ്ങൾക്ക് ഉള്ളിലെ സംശയത്തിന്റെ ശബ്ദത്തെയോ ഭയത്തെയോ അടക്കാൻ അനുവദിക്കില്ല. കാരണം പ്രപഞ്ചത്തിന്റെ എല്ലാ ശക്തിയും അവരുടെ ആത്മാവിന്റെ വിളി കേൾക്കുന്നവരിൽ മാത്രം അധിഷ്ഠിതമാണ്. നിങ്ങളുടെ ആത്മാവ് വീണ്ടും തയ്യാറാകൂ എന്ന് പറയുന്നു. വലിയ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ വിലയേറിയ ഭാവി സ്ഥിതി ചെയ്യുന്ന വാതിലിന്റെ പിന്നിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇന്ന് വേദന, സാവധാനം ആ വാതിൽ തുറക്കുന്നു. ഈ വീഡിയോ ആ വാതിൽ തുറക്കാൻ വന്നിരിക്കുന്ന താക്കോലാണ്. അത് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഉള്ളിൽ സ്വീകരിക്കുക. നിങ്ങൾ അതിന് അർഹനാണെന്ന് നിങ്ങൾ തന്നെ പറയുക. നിങ്ങൾ ഇപ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അന്വേഷകനാണ്. നിങ്ങൾക്ക് അയച്ച ഈ സന്ദേശത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഉണ്ട്. നിങ്ങൾ സ്വപ്നം കണ്ടത് എന്താണോ അതിനെ പ്രപഞ്ചം ഇപ്പോൾ ഒരു പദ്ധതിയായി മാറ്റുന്നു. ഒന്നൊന്നായി ഒരു അവസരം, ഒന്നൊന്നായി ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങും. ഓരോ ദിവസവും, ഓരോ നിമിഷവും നിങ്ങൾക്ക് ഒരു പുതിയ ദിശ നൽകും. കൂടാതെ നിങ്ങൾ അനുഭവിക്കും, അതെ, ഞാൻ വർഷങ്ങളായി കാത്തിരുന്ന നിമിഷം ഇതാണ്. എന്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്ന നിമിഷത്തിൽ ഈ വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് കണ്ടെത്തിയതെന്ന് നിങ്ങൾ ചിന്തിക്കും. കാരണം അതാണ് പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം. നമ്മൾ വളരെ തകർന്ന് തളരാൻ തയ്യാറായിരിക്കുന്ന നിമിഷത്തിലാണ് പുതിയ വിളികൾ നമ്മെ വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വച്ചിരിക്കാൻ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ ശാന്തമായി വെക്കുക. നോക്കൂ, നിങ്ങളുടെ ഹൃദയത്തെ തയ്യാറാക്കുക. കാരണം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കായി എഴുതപ്പെട്ട ഒന്ന് സംഭവിക്കും. ഇത് യാദൃശ്ചികമായ ഒരു സംഭവമല്ല. ഇത് ഒരു സാധാരണ സംഭവമായിരിക്കില്ല. ഇപ്പോൾ ഇവ എല്ലാം പുറത്തുവരാൻ പോകുന്നു. ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഇറണണിഞ്ഞാൽ ഇത് തന്നെയാണ് ആ നിമിഷം. നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടായെങ്കിൽ മനസ്സിലാക്കുക, അത് നിങ്ങൾക്കു വേണ്ടി തന്നെയാണ് ചെയ്തത്. നിങ്ങൾ അത് കേട്ടു. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഇനി ഒരേ പോലെയായിരിക്കില്ല. ഒരു വലിയ മാറ്റത്തിന് മുമ്പ് ആത്മാവ് ഉണരുമ്പോൾ പ്രപഞ്ചം സൂചനകൾ നൽകാൻ തുടങ്ങുന്നു. ഈ സൂചനകൾ വളരെ സൂക്ഷ്മമാണ്. പെട്ടെന്ന് ഒരു പഴയ സ്വപ്നം വീണ്ടും കാണുകയോ, അല്ലെങ്കിൽ ആ ധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറന്നുപോയ ഓർമ്മ വീണ്ടും പ്രത്യക്ഷപ്പെടുകയോ, അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഒരു സ്ഥലത്തെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ നിരന്തരം ഓർക്കുകയോ ചെയ്യുന്നത് പോലെ. ഇവയെല്ലാം യാദൃശ്ചികമല്ല. ഇവയെല്ലാം നിങ്ങളുടെ മാറിക്കൊണ്ടിരിക്കുന്ന ഭാവികാലത്തിന്റെ അടയാളങ്ങളാണ്. വളരെ കാലമായി നിങ്ങൾ ഓരോ പാതയും അടഞ്ഞതായി തോന്നുന്ന ഒരു കുറുക്കുവഴിയിലൂടെ നടക്കുകയാണെന്ന് പ്രപഞ്ചം ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാം എപ്പോൾ മാറുമെന്ന് നിങ്ങൾ വീണ്ടും സ്വയം ചോദിച്ചിട്ടുണ്ടാകണം. എന്റെ കഠിന പ്രയത്നം ഫലം നൽകുന്ന ദിവസം, എല്ലാവർക്കും അർഹമായ സമാധാനവും സ്ഥിരതയും ഞാൻ എപ്പോഴാണ് കാണുക? ഇപ്പോൾ ആ മാറ്റത്തിന് ഒരു ദിവസം മുമ്പ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം പ്രപഞ്ചം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ നേട്ടങ്ങൾ, സമാധാനം, സംതൃപ്തി എന്നിവയ്ക്കുള്ള സമയം ഒന്നും മാറിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങൾ പോകുന്ന പാത, നിങ്ങൾ തട്ടി തുറന്നുപോയി വാതിലുകൾ, ഇപ്പോൾ ആ വാതിലുകൾ നിങ്ങൾക്ക് തുറക്കുന്നു. നിങ്ങളെ തടഞ്ഞ സാഹചര്യങ്ങൾ, വിളിയും അതിന്റെ ഫലവും, നിങ്ങളെ ഒളിച്ച പരാജയങ്ങൾ, ആ സാഹചര്യങ്ങളും പരാജയങ്ങളും നിങ്ങളുടെ ജീവിതകഥയെ പ്രചോദനകരമാക്കും. നിങ്ങൾക്ക് ഉള്ളിലുള്ള ഊർജം പുണ്യമാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ ഉപകരണങ്ങളാണ്, എന്നാൽ നിങ്ങളുടെ ആത്മാവിന്റെ പരിശുദ്ധിയാണ് നിങ്ങൾക്കുള്ള വഴി തുറക്കുന്നത്. നിങ്ങൾ ആർക്കും ദോഷം ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ നിങ്ങൾക്ക് മുൻപേ കണ്ടിരുന്നു. ഒരു നല്ല വ്യക്തി ചെയ്യേണ്ട എല്ലാം നിങ്ങൾ ചെയ്തു. ഇപ്പോൾ ആ നല്ല ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന് നിങ്ങളുടെ
ജീവിതത്തെ പ്രകാശമാനമാക്കുന്ന ഒരു ശോഭയുള്ള വെളിച്ചമായി മാറിയിരിക്കുന്നു. പ്രപഞ്ചം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ ആദ്യം പരീക്ഷിക്കുമെന്ന് ഓർക്കുക. നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പരീക്ഷണങ്ങൾക്ക് ശേഷം പരീക്ഷണങ്ങളിൽ വിജയിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇത് നിങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ നിരീക്ഷിക്കുന്ന പ്രപഞ്ചത്തിലെ ശക്തിയിൽ നിന്നോ ഉള്ള ഒരു നേരിട്ടുള്ള സന്ദേശമാണ്. അത് നിങ്ങളെ കേൾക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന ഓരോ വികാരവും അനുഭവിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കുറച്ചുകാലമായി എന്തോ ചിന്തിക്കുന്നുണ്ട്, ഒരു അടയാളം തേടുന്നു, വഴിയിൽ ഉത്തരങ്ങൾ തേടുന്നു. ഈ വീഡിയോയാണ് ഉത്തരം. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വരും, അവിടെ എല്ലാം നിന്നുപോകും. ചില സമയങ്ങളിൽ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് തുടർന്നും തെറ്റായി സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് അല്ലെങ്കിൽ അത്? ഓരോ തവണയും എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ തുടങ്ങുമ്പോൾ അത് പെട്ടെന്ന് നിന്നുപോകും. എന്നാൽ പ്രപഞ്ചം നിങ്ങളെ ഒരു വലിയ കാര്യത്തിനായി ഒരുക്കുകയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ നിങ്ങൾ ചോദിച്ചതിലും കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് അത് കുറച്ച് സമയമെടുക്കുന്നത്. പ്രപഞ്ചം ഒരു സന്ദേശം നൽകുമ്പോൾ അത് നേരിട്ടല്ല, അത് സൂചനകളിലൂടെയാണ് സംസാരിക്കുന്നത്. ചില സമയങ്ങളിൽ അത് ഒരു പാട്ടിന്റെ വരികളിൽ, ചില സമയങ്ങളിൽ ഒരു അപരിചിതന്റെ വാക്കുകളിൽ, ചില സമയങ്ങളിൽ ഒരു പഴയ പുസ്തകത്തിന്റെ പേജുകളിൽ മറഞ്ഞിരിക്കും. അതിനാൽ ആ സംശയം അത് ചില സമയങ്ങളിൽ ഈ വീഡിയോ പോലുള്ള ഒരു മാധ്യമത്തിലൂടെയാണ്. അതിനാൽ നിങ്ങൾ ഇന്ന് അത് കേൾക്കുകയാണെങ്കിൽ അത് വെറുമൊരു വീഡിയോ അല്ല, ഇത് ഒരു പ്രപഞ്ച സംഭാഷണമാണ്, ഒരുതരം സംഭാഷണം. ഇപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തു ചെയ്യണം? ഉത്തരം ശാന്തമായിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഉള്ളിലേക്ക് നോക്കുക, ആവർത്തിച്ചുവരുന്ന വികാരങ്ങൾ അനുഭവിക്കുക, നിങ്ങളെ അലട്ടുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും ആവർത്തിച്ചുവരുന്ന ചിന്തകളിൽ ശ്രദ്ധിക്കുക. പ്രപഞ്ചവുമായി ചേർന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സാണ് നിങ്ങളെ നയിക്കുന്നത്. പ്രപഞ്ചം നിങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കും. പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. നമ്മൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഉള്ളിടത്ത് കുറച്ച് മിനിറ്റുകൾ നിർത്തുക. എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒന്ന് എല്ലാവർക്കും സംഭവിക്കില്ല. ഈ വീഡിയോ, ഈ വാക്കുകൾ, ഈ നിമിഷം ആകസ്മികമായി നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതല്ല. എന്തുകൊണ്ട്? ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. എന്നാൽ പ്രപഞ്ചം ഒരു പ്രത്യേക കാരണത്തിനായി ഈ സമയത്ത് നിങ്ങളെ ഈ സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ വിധിയുടെ വാതിൽ തുറക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം എന്തുകൊണ്ട് പെട്ടെന്ന് മാറാൻ പോകുന്നു എന്ന് നിങ്ങൾ ശരിക്കും അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുത്. കാരണം അടുത്ത കുറച്ച് മിനിറ്റുകളിൽ പ്രപഞ്ചം നിങ്ങൾക്ക് ഒരു രഹസ്യം വെളിപ്പെടുത്താൻ പോകുന്നു. തിരഞ്ഞെടുത്ത ചിലർക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യം. ഇപ്പോൾ നിങ്ങൾ അവരിൽ ഒരാളാണ്. അടുത്തിടെ എന്തെങ്കിലും വിചിത്രമായി സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നു. ചിലപ്പോൾ നിങ്ങൾ ഒരാളുടെ സാന്നിധ്യം അനുഭവിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ആവേശം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ എന്തോ സാധാരണമായി തോന്നുന്നില്ല. ഇവയെല്ലാം ലക്ഷണങ്ങളാണ്. അവ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. പ്രപഞ്ചം ഒരു പ്രത്യേക മാറ്റത്തിനായി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആദ്യം അവരെ ചുറ്റുമുള്ള ഊർജം മാറ്റുന്നു. ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അടുത്തിടെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ചില അനുഭവങ്ങൾ നേടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങൾക്ക് ചില അസാധാരണമായ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അവ എവിടെ നിന്നോ വന്ന് നിങ്ങൾക്ക് പ്രതിധ്വനിക്കുന്നു. ഇവ സാധാരണ ചിന്തകളല്ല. അവ നിങ്ങളെ സമീപിക്കുന്ന ഒരു ശക്തിയുടെ ലക്ഷണങ്ങളാണ്. ഇത് അറിഞ്ഞ് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. എന്നാൽ പ്രപഞ്ചം ഓരോ ദിവസവും ഓരോ വ്യക്തിക്കും സിഗ്നലുകൾ അയക്കുന്നു. എന്നാൽ എല്ലാവരും അവരെ മനസ്സിലാക്കില്ല. നിങ്ങൾ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായിരിക്കാം. ഈ അവബോധമുള്ളവരിൽ നിങ്ങളും ഒരാളാണ്. ഈ കടന്നുകയറുന്ന സംവേദനക്ഷമതയിൽ സൂക്ഷ്മമായ സിഗ്നലുകൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ആഴത്തിലുള്ള ആത്മീയ പാതയിൽ നിങ്ങൾ കാലെടുത്തു വയ്ക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സമയം വന്നിരിക്കുന്നതിനാൽ ഈ സന്ദേശം നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നു. ഇത് സാധാരണമായതല്ല. ഇത് നിങ്ങളുടെ മുഴുവൻ യാഥാർത്ഥ്യത്തെയും തലകീഴായി മാറ്റും. നിങ്ങൾ എപ്പോഴെങ്കിലും സങ്കൽപ്പിച്ചതെല്ലാം, സന്തോഷം, സമൃദ്ധി, സ്നേഹം, ലക്ഷ്യം, നിങ്ങളെ സമീപിക്കാൻ പോകുന്നു. എന്നാൽ ഒന്ന് ഓർക്കുക, വലിയ ഒന്ന് സംഭവിക്കാൻ പോകുമ്പോൾ എല്ലാം ആദ്യം തകരും.
കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത പോലെ മാറ്റത്തിന് മുൻപ് ജീവിതത്തിൽ ഒരു വിചിത്രമായ അസ്വസ്ഥതയുണ്ട്. ഈ അസ്വസ്ഥത നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലേ? അസാധാരണമായ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. പ്രപഞ്ചം നിങ്ങളുടെ ആത്മാവിനെ വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ ചുറ്റി എന്ത് നടന്നാലും ആ ആശയക്കുഴപ്പവും ആ കുഴപ്പവും എല്ലാം ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തുപോകുന്നു, വാതിലുകൾ അടയുന്നു, ബന്ധങ്ങൾ തകരുന്നു, പുറം ലോകം ഭയം അതുപോലെ നിലനിൽക്കുന്നു. അതേ ആളുകൾ, അതേ ജോലി, അതേ സാഹചര്യങ്ങൾ. പക്ഷേ സൂക്ഷിച്ചു നോക്കൂ, നിങ്ങളുടെ ആത്മാവ് മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഊർജം ഇനി ഒരേ പോലെയായിരിക്കില്ല. ഊർജം മാറുമ്പോൾ മുഴുവൻ പ്രപഞ്ചവും ആ പുതിയ ഊർജത്തിന് അനുസരിച്ച് മാറുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ യാഥാർത്ഥ്യത്തിൽ രൂപകമായി വരുന്നു. നിങ്ങളുടെ കുതികാൽ ഒരു അടയാളമായിരുന്നിരിക്കാം. ക്രമേണ മാറും. വിള്ളൽ വീണ് ബന്ധങ്ങൾ, നിങ്ങൾക്ക് അടച്ച ജോലി സ്വയം പ്രാധാന്യത്തിൽ അലിഞ്ഞു പോകാൻ തുടങ്ങും. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇനി വെറും കൽപ്പനയായിരിക്കില്ല. അവ പതുക്കെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറാൻ തയ്യാറെടുക്കുന്നു. നിങ്ങൾ ഓരോ ദിവസവും ഈ വാഗ്ദാനം നിങ്ങൾക്ക് സ്വയം നൽകണം. ഒരു മത്സരത്തിൽ ഞാൻ പറയുന്നത് ലളിതമായി ഇരിക്കട്ടെ. ഒരു നിമിഷത്തിൽ ഞാൻ ചിന്തിക്കുന്നത് സ്നേഹമായിരിക്കട്ടെ. ഞാൻ കേൾക്കുന്നത് നല്ലതായിരിക്കട്ടെ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഇതാണ് നിങ്ങളുടെ അടുത്ത പടിക്കുള്ള താക്കോൽ. ഈ വീഡിയോ കണ്ട് ഇന്ന് ആരംഭിച്ച ദിവ്യപാതയിൽ നടക്കേണ്ട സമയമാണിത്. കാരണം ഇത് സാധാരണ വീഡിയോ അല്ല. ഇത് പ്രപഞ്ചത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം കാണിക്കുന്ന ഒരു തെറ്റായ സന്ദേശമാണ്. ഇപ്പോൾ ഈ സന്ദേശം നിങ്ങളെ തേടിയെത്തിയതുകൊണ്ട് തപസ് ചെയ്ത് ആഴത്തിലുള്ള ഒന്ന് മാറാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചത്തിന്റെ മറഞ്ഞിരിക്കുന്ന ശക്തി നിങ്ങൾക്ക് സമീപം ഉണ്ട്, ഒരു അടി ദൂരത്തിൽ. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസത്തോടെ ഇരിക്കുക എന്നതും ആ സിഗ്നൽ എല്ലാ ദിവസവും അറിഞ്ഞിരിക്കുക എന്നതും മാത്രമാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിച്ചാൽ അത് അങ്ങനെ തന്നെ വിട്ടുകളയരുത്. അതിനെ ക്ഷീണിക്കാൻ അനുവദിക്കരുത്. കാരണം ഇത് തന്നെയാണ് സമയം. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മറുപടി ലഭിക്കാനുള്ള സമയമാണ്. നിങ്ങൾ രാത്രിയിൽ വീണ്ടും വീണ്ടും ചോദിച്ച ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ചെയ്ത പ്രാർത്ഥനകൾക്കും മറുപടികൾ ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാത്തിരുന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കൂ. നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ തയ്യാറായിരുന്നു. ഒരു കണ്ണിൽ കാണാത്ത ശക്തി നിങ്ങളോടൊപ്പം ചലിക്കുന്നത് നിങ്ങൾക്കനുഭവപ്പെടും. ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ പദ്ധതി പ്രവർത്തനത്തിലാണ്. നിങ്ങൾക്ക് അതിനെ തടയാൻ കഴിയില്ല. അതിനെ ആർക്കും മാറ്റാൻ കഴിയില്ല. നിങ്ങളെ ചുറ്റിപ്പറ്റി സംഭവങ്ങൾ ഇപ്പോൾ വെളിപ്പെടും. ശുഭകരമായ സംഭവങ്ങൾ നിങ്ങളുടെ നിലവിലെ ധാരണകൾക്ക് അതീതമായിരിക്കും. ചിലർ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തുപോകും. ചിലർ പെട്ടെന്ന് തിരിച്ചുവരും. കൂടാതെ നിങ്ങളുടെ ജീവിതകഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചില പുതിയ ആളുകൾ പ്രത്യക്ഷപ്പെടും. എല്ലാം വേഗത്തിൽ മാറുന്നതിനാൽ നിങ്ങൾക്ക് അല്പം കുഴപ്പം തോന്നിയേക്കാം. എന്നാൽ ഭയപ്പെടേണ്ട. ഇതാണ് പ്രപഞ്ചത്തിന്റെ വഴി. നിങ്ങളിൽ നിന്ന് എടുത്തോ പുതിയ രൂപത്തിലോ അല്ലെങ്കിൽ പുതിയ രൂപത്തിലോ തിരികെ വരും. പൂർണ്ണമാകാതെ വിട്ടോ പൂർണ്ണമാകും. ദൂരെയുള്ളവ നിങ്ങളെ അതിലേക്ക് തുടർന്നും ആകർഷിക്കും. ഈ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന വികാരങ്ങൾ സാധാരണമായിരിക്കില്ല. ചില സമയങ്ങളിൽ നിങ്ങൾ വൈകാരികമായി അധികമായിരിക്കും. ചില സമയങ്ങളിൽ നിങ്ങളുടെ പുറകിൽ ഒരു കൈ ഉള്ളതായി അനുഭവപ്പെടും. ചില സമയങ്ങളിൽ നിങ്ങളുടെ സ്വന്തം മുറിയിൽ ഇരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ പ്രപഞ്ചം സിഗ്നലുകൾ മാത്രം നൽകില്ല. അത് ഇടപെടും. അത് പഴയ കർമ്മത്തെ തകർക്കും. അത് നിങ്ങളുടെ ആത്മാവിൽ കഴിഞ്ഞ കാലജീവിതത്തിലെ ബന്ധങ്ങളെ തകർക്കുകയും ഒരു വെർച്വൽ റിയാലിറ്റിയിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരു കവചം സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നെഗറ്റീവിനും നിങ്ങളെ സ്പർശിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചിന്തകൾ ഇപ്പോൾ മാറും. ഒരു കാലത്ത് നിങ്ങളുടെ താൽപര്യം നിലനിർത്തിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ താൽപര്യം നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളിൽ നിന്ന് വളരെ ദൂരെയായിരുന്നോ നിങ്ങളെ അതിലേക്ക് നിരന്തരം ആകർഷിക്കും. ഞാൻ എന്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും സ്വയം ചോദിക്കും. അതിനാൽ കേൾക്കുക, നിങ്ങൾ മുമ്പ് മറ്റൊരാളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. നിങ്ങൾ നിരുപാധികമായി സ്നേഹിച്ചതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റുള്ളവരുടെ ബോധത്തെ ഉണർത്താൻ കഴിയുന്ന നിങ്ങളെപ്പോലുള്ളവരെ പ്രപഞ്ചത്തിന് ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾ ഇനി ഒറ്റയ്ക്കല്ല.
നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരു ദിവ്യ സംഘം ഉണ്ട്. അവർ നിങ്ങളുടെ ചിന്തകൾ കേൾക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങളുടെ വിധിയുടെ വഴിയിൽ നിൽക്കുന്ന ഓരോ തടസ്സങ്ങളെയും നീക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ വളരെ ശക്തമായി വരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ പ്രപഞ്ചം അത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. എന്നാൽ അതിനോടൊപ്പം ഒരു ഉത്തരവാദിത്തവും വരുന്നു. ഇനിമേൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, അനുഭവിക്കുന്നുവോ, അല്ലെങ്കിൽ പറയുന്നുവോ അത് യാഥാർത്ഥ്യമാകും. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കേണ്ടത്. നെഗറ്റീവിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തണം. നിങ്ങളുടെ ജീവിതം ഇനി ഒരേപോലെ ആയിരിക്കില്ല. നിങ്ങൾ വളരെ തീവ്രമായി ചോദിച്ച മാറ്റം വാക്കുകളില്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, നിങ്ങൾ ഭയന്ന് മറച്ച ആഗ്രഹങ്ങൾ നിറവേറില്ല. നിങ്ങൾ മതിയായ അളവിൽ സഹിച്ചു കഴിഞ്ഞു. ലഭിക്കേണ്ട സമയം ഇതാണെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട രാത്രിയുടെ പ്രഭാതം വരുന്നു. അതുപോലെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഏകാന്തത നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് പുറത്തുവരാൻ പോകുന്നു. കാരണം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം എന്തോ സംഭവിക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ മുഴുവൻ ഗതിയെയും മാറ്റും. കൂടാതെ പ്രപഞ്ചം നിങ്ങളെ മാനസികമായും വൈകാരികമായും തയ്യാറാക്കുന്നു. ഇവയെല്ലാം പുതിയ ഊർജം, പുതിയ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ, പുതിയ അവസരങ്ങൾ എന്നിവയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, കാരണം ഇവയെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഇവയെല്ലാം നിങ്ങളെ ഒരു പുതിയ ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് സംഭവിക്കുന്നത്. ഇന്നത്തെ വാർത്ത സാധാരണമായി ഒന്നും പറയുന്നില്ല. ഇന്ന് നടക്കുന്നത് തുടർന്നു പോകുന്നതിലൂടെ ഒരു ആത്മീയ ദുരസാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രത്യേകതയുള്ളവർ? ഈ വീഡിയോ എല്ലാവരും കാണുന്നില്ല. അമ്മ ലോകമായകളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവർ, തങ്ങളുടെ ആത്മാവിന്റെ വിളി ഇപ്പോഴും കേൾക്കാൻ കഴിയാത്തവർ, ഒന്നുകിൽ മനസ്സമാധാനത്തോടെ കൈ കഴുകുന്നവർ, അല്ലെങ്കിൽ ഈ സന്ദേശം കാണാത്തവർ. എന്നാൽ നിങ്ങൾ ഇവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കുന്നു. അപ്രതീക്ഷിത സംഭവങ്ങൾ അടയാളങ്ങളായി മാറും. അവ ഉറപ്പായ അനുഭവങ്ങളായി മാറും. മുമ്പ് കാണാൻ കഴിയാതിരുന്ന അവസരങ്ങൾ നിങ്ങൾ കാണും. നിങ്ങളുടെ ആത്മാവിനായി അയച്ചവരെ നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ കാണും. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ സന്ദേശം മനസ്സിലാക്കുക എന്നതാണ്. അത് കേൾക്കുക മാത്രമല്ല, അത് നിങ്ങൾക്ക് ഉള്ളിൽ ഉൾക്കൊള്ളുക. കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് നിങ്ങളുടെ ഹൃദയത്തോട് പറയുക, ഞാൻ തയ്യാറാണ്. പ്രപഞ്ചം എന്ത് അയക്കുന്നുവോ അത് ഞാൻ സ്വീകരിക്കുന്നു. ഈ ഒരൊറ്റ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കൊണ്ടുവരും.